ഞാൻ 4 മക്കളുടെ അമ്മയെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കില്ല. 4 കുട്ടികളുടെ അമ്മയാണ്. ഇൻസ്റ്റയിലൂടെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരാളും കൂടിയാണ് ജെലിറ്റ. ഇതെന്റെ മൂത്ത മോള് ജെസിക്ക, ഇതെന്റെ മൂന്നാമത്തെ മോള് ജെസിയ, ഇതെന്റെ രണ്ടാമത്തെ മോൻ ജീസ്, ഇതെന്റെ നാലാമത്തെ കുഞ്ഞ് ജസ്. എല്ലാരും പറയുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ഇങ്ങനെ യങ് ആൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. ആക്ച്വലി 42-ലാണ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തത്. 58-ലേക്ക് 16 kg കൂടി. 4 month ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ആദ്യം പാലുണ്ടായിരുന്നു കുഞ്ഞിന്, പക്ഷെ 4 month ഒക്കെ ആയപ്പോഴേക്കും പാല് കുറഞ്ഞു തുടങ്ങി. പിന്നെ നല്ലപോലെ എന്റെ ബോഡി തന്നെ ആകെ മാറി. ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ്. ഫുള്ള് റെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പൊ ഹസ്ബൻഡ് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. നോർമൽ ഡെലിവറി എല്ലാം 4 നോർമൽ ആയിരുന്നു. 4 നോർമൽ ആയിരുന്നു. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 28 ഡേയ്സിന് തൊട്ട് നമുക്ക് പതിയെ ഒറ്റയടിക്ക് ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണമെന്നല്ല, പതിയെ ബ്രീത്തിങ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഈ ഒരു കോർ മസിൽസിനെ റീസ്ട്രെങ്ത് ചെയ്യാണ്ട് 4 സ്റ്റെപ്സ് ഉണ്ട്. കോർ ആക്ടിവേഷൻ, കോർ എൻഗേജ്മെന്റ്, കോർ സ്റ്റെബിലൈസേഷൻ, കോർ ബാലൻസിങ്. ഡെലിവറിക്ക് ശേഷം അവർ ചെയ്യുന്ന ഒരു 3 മിസ്റ്റേക്സുകൾ എന്തൊക്കെയായിരിക്കും? ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ആദ്യത്തെ 6 മാസം ഒന്നും ട്രൈ ചെയ്യില്ല. 6 മാസമല്ല, ചിലൊരു 2 years വരെ ഒന്നും ചെയ്യില്ല. ബേബി ഒന്ന് അത് റോങ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ് ഒന്ന്, കാരണം എല്ലാവരും തെറ്റിദ്ധാരണ ഡയറ്റോ ഫിറ്റ്നസോ വേണ്ടി നമ്മൾ ചെയ്താൽ തുടങ്ങി കഴിഞ്ഞ് കുഞ്ഞിന് പാല് കൊടുക്കും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ, എല്ലാവരും ശ്രദ്ധിച്ച 4 കുട്ടികളുടെ അമ്മ, എന്നാലും വളരെ യങ് ആയിട്ട് എങ്ങനെ ഡെലിവറിക്ക് ശേഷം എങ്ങനെ വളരെ യങ് ആൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കാം എന്നുള്ള ടിപ്സുമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ജെലിറ്റ ജോസ്. ഹലോ. എല്ലാവരും ഏറ്റവും കൂടുതൽ ജെലിറ്റനെ വിളിക്കുന്ന പേരും ജെലിറ്റയ്ക്ക് ഇഷ്ടമുള്ള ഒന്നായിരിക്കും സന്തൂർ മമ്മി എന്നുള്ളത്, അല്ലേ? എല്ലാവരും വിളിക്കുന്ന അങ്ങനെ ആയിരിക്കില്ലേ, സന്തൂർ മമ്മി? അതെ, അങ്ങനെ ആക്കിയെടുത്തതാണ്. 4 കുട്ടികളുടെ അമ്മയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൂടെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരാളും കൂടിയാണ് ജെലിറ്റ. അതിനകത്ത് തന്നെ എല്ലാവരും പറയുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ഇങ്ങനെ യങ് ആൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. ആ സീക്രട്ട് എന്താ, ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ഫസ്റ്റ് ഡെലിവറിയിൽ ഓൾറെഡി വെയിറ്റ് കൂടുതലായിരുന്നു. എല്ലാ അമ്മമാരും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഉള്ള ഒരു പ്രഗ്നൻസി ആണല്ലോ. അപ്പോൾ ആ പ്രഗ്നൻസിയിൽ നമ്മൾ കൂടുതലും ചിലപ്പോൾ ടേസ്റ്റിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. പിന്നെ നമുക്കൊന്നും അറിയില്ല, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എക്സസൈസ് ചെയ്തായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, എക്സസൈസ് ഞാൻ ചെയ്തായിരുന്നു. എങ്ങനെ? പ്രഗ്നൻസി പീരീഡിൽ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എനിക്ക് ഡെലിവറിയിലും ഉണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു, കണ്ടിന്യൂസ് ഡെലിവറിയുടെ അന്ന് വരെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എനിക്ക് ഡെലിവറിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഹെൽത്ത് വൈസ് അത്ര ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. വെയിറ്റ് കൂടുതൽ തന്നെയായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 58 ഉണ്ടായിരുന്നു വെയിറ്റ്. എത്രയിൽ നിന്നാണ് ഈ 58ലേക്ക് വന്നത്? എന്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. ഞാൻ 150 സെന്റിമീറ്റർ ഉള്ളൂ. 50 ആണ് എന്റെ ഐഡിയൽ വെയിറ്റ്. പക്ഷെ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒരു 58ലേക്ക് എത്തി, പ്രസവരക്ഷ അതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എത്ര ഡെലിവറിക്ക് മുമ്പേ ഉള്ളത് 50 ആയിരുന്നോ? 50 ആക്ച്വലി 42-ലാണ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തത്. 58ലേക്ക് 16 kg കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറിയിൽ ഒരു 4 month ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ആദ്യം പാലുണ്ടായിരുന്നു കുഞ്ഞിന്, പക്ഷെ 4 month ഒക്കെ ആയപ്പോഴേക്കും പാല് കുറഞ്ഞു തുടങ്ങി. പിന്നെ നല്ലപോലെ എൻ്റെ ബോഡി തന്നെ ആകെ മാറി. ഞാൻ 42-ലാണല്ലോ അത്രയും പ്രഗ്നൻസിയിലെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് മുന്നത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല. 4 month ആയിട്ടും എൻ്റെ ബോഡിയിൽ വലിയൊരു ചേഞ്ച് ഒന്നും വരണില്ല, വെയിറ്റ് കുറയുന്നില്ല. അന്ന് കുഞ്ഞിന് പാലും കുറവാണ്. ഫുഡൊക്കെ വേണ്ടതുപോലെ കഴിക്കുന്നുണ്ട്, പക്ഷെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മിൽക്ക് സപ്ലൈ വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന കാര്യം അത്ര ശരിയല്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജമ്പ് ചെയ്തിട്ടുള്ള എക്സസൈസ്, എനിക്കറിയില്ല റൈറ്റ് മെത്തേഡ് എന്താണെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, അതുപോലെ നല്ല പട്ടിണി കിടന്ന് ഫുഡ് നന്നായി കുറച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റൊക്കെ കുറച്ച് കിട്ടും. പിന്നെ എക്സസൈസൊക്കെ ചെയ്യുന്നതിൻ്റെതായ ബെനിഫിറ്റിൽ എനിക്ക് പാല് കൂടുതലാവും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അതിന് വേണ്ടി ട്രൈ ചെയ്തിട്ടും വെയിറ്റ് ആകെ 2 കിലോ കുറഞ്ഞുള്ളൂ. 56ലേക്ക് എത്തിച്ചു. 2 കിലോണ് വെയിറ്റ് കുറച്ചുള്ളൂ. പക്ഷെ എൻ്റെ വയറിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ബെല്ലി ഫാറ്റ് അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് ഹെയർ ലോസ് വന്നു, നല്ലപോലെ ഹോർമോൺ ഇൻബാലൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ എല്ലാവരും, ഒരുപാട് പേര്, ഇപ്പോൾ പേരൻസ് ആയാലും അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെയൊന്നല്ല, ഞങ്ങളൊക്കെ തനിയെ വെയിറ്റ് ചെയ്തിരുന്നു, ഒരു കുഞ്ഞൊക്കെ പാല് കുടിച്ച് ഒരു 6 മാസം കഴിയുമ്പോഴേക്കും അത് കുറയും, നീ ഇപ്പോൾ ഇതിന് വേണ്ടി പണിയൊന്നും എടുക്കുന്നു വേണ്ട, ഇപ്പം എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല, അതിനുള്ളൊരു വണ്ണമൊന്നും ഇല്ല, അതൊന്നും ഇപ്പം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഇത്തിരി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇത്തിരി തടിയൊക്കെ വെക്കും, അതൊക്കെ വെച്ചിരുന്നോട്ടെ, അത് കാണാൻ അങ്ങനെയാണ് വേണ്ടത്, അതപ്പോൾ കുഴപ്പമൊന്നുമില്ല.
പാലുണ്ടാവാത്തത് സാരില്ല, കൊച്ചിന് ആ സമയം കുറുക്ക് വേണമെങ്കിൽ കൊടുക്കാം, വീനിക്സ് ആയിട്ട് അങ്ങനെ കൊടുത്താലും മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതിന് അഡ്ജസ്റ്റഡ് അല്ലായിരുന്നു. എനിക്ക് എൻ്റെ ബോഡിയിലുള്ളൊരു മാറ്റം ഞാൻ ഒട്ടും ആക്സെപ്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയും കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് പിന്നെ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് മെൻറ്ററായിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ഫിറ്റ്നസ്സിന്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സിജോ. എന്ത് ചെയ്യുന്നു അദ്ദേഹം? ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ആളൊരു ഡയറ്റ് അഡ്വൈസർ ആണ്. പിന്നെ ഫിറ്റ്നസ് സെന്റർ ഉണ്ടോ നിങ്ങൾക്ക്? ഫിറ്റ്നസ് സെന്റർ ഉണ്ട്. ഓൺലൈൻ ഫിറ്റ്നസ് ആണ് ഞങ്ങൾ കൂടുതലായി ചെയ്യുന്നത്. വെറുതെ അല്ല, ജെലിറ്റയും ഇത്ര അധികം ഹെൽത്ത് കോൺഷ്യസ് ആയി തുടങ്ങിയതും ഇങ്ങനെ വണ്ണം കൂടുമ്പോ തന്നെ കുറയ്ക്കണം എന്നൊക്കെ തോന്നിയതുമല്ല അല്ലേ? അതെ. അപ്പോൾ എന്നെ ഹസ്ബൻഡ് നല്ലപോലെ ഗൈഡ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ പാരൻസ് എല്ലാവരും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ പാരൻസോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സൊക്കെ ആയിരിക്കും. അതുപോലെ റിലേറ്റീവ്സൊക്കെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്നിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു രീതിയിലേക്ക് പോയില്ല, എൻ്റെ സമയം അവർക്ക് വേണ്ടി കൊടുത്തില്ല. എനിക്ക് മാനസികമായിട്ട് കുറേ വിഷമമൊക്കെ തോന്നിയിരുന്നു. കാരണം എൻ്റെ പേരൻസ് പോലും എന്നെ ആ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, എല്ലാവരും. കാരണം അവരെന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല എന്ന് ജെലിറ്റയുടെ അടുത്ത് പറഞ്ഞിരുന്നത്. ജെലിറ്റ എന്താ ചെയ്തിരുന്നേ അപ്പോ? അതായത് കുഞ്ഞിനെ ആണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൊടുക്കുന്നത്. നമ്മൾ ആ സമയത്ത് എക്സസൈസ് ചെയ്ത് കുഞ്ഞിന് പാല് കുറഞ്ഞു പോകാൻ പാടില്ല. എന്നാൽ നമ്മൾ തടി ഒറ്റയടിക്ക് നമ്മൾ കുറച്ചാലും പാല് കുറഞ്ഞു പോകുന്നുള്ള ഒരു പേടി അവർക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിന് പാല് കുറയാൻ പാടില്ല എന്ന് മാത്രമാണ്. നമ്മളതിന് വേണ്ടി ആ സമയത്ത് എൻ്റെ ബോഡി ഷേപ്പ് ആക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടുവന്ന് അതൊരു സെൽഫ് ഗിൽറ്റ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അറിവ് കുറവുകൊണ്ടായിരിക്കും. ചിലപ്പോൾ എല്ലാ പേരൻസിൻ്റെയും അവർക്ക് മക്കള് ചിലപ്പോൾ ആ സമയത്ത് കുഞ്ഞിനേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. ആ പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീ ഏത് ലെവലിൽ കൂടെ കടന്നു ആ ഇമോഷൻ അന്നത്തെ സിറ്റുവേഷനും അവരുടെ സിറ്റുവേഷനും ചിലപ്പോൾ ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് ഒക്കെ വന്നിരുന്നെങ്കിൽ പോലും എനിക്ക് ആ ഒരു മെൻറ്ററിൻ്റെ സഹായം കിട്ടിയ കാരണം കൊണ്ടും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത കാരണം കൊണ്ടും ഞാൻ എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഞാൻ സമയം കൊടുത്തു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നെ പാല് അതിനുശേഷം എങ്ങനെയാ കൂടുതലായിട്ട് വരാൻ തുടങ്ങി റിസൾട്ട്, അതായത് കറക്റ്റ് ഞാൻ ഇനി ചെയ്യേണ്ട കാര്യം കറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡയസിസ്ട്രക്ടി ഉണ്ടായിരുന്നു, നല്ലപോലെ ബെല്ലി ഫാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയറിൻ്റെ മസിൽസിനെ അകന്നു പോയ വയറിൻ്റെ മസിൽസിനെ ടൈറ്റ് ആക്കിയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ ബെല്ലി ഫാറ്റ് 75 ദിവസം കൊണ്ട് 17 സെൻറ്റിമീറ്റർ വയസ്സോ എനിക്ക് കുറയ്ക്കാൻ പറ്റി, 7.5 ഇഞ്ച് വയസ്സ്. അതുപോലെ വെയിറ്റും ഞാൻ 14 കിലോ കുറച്ചു. അത് ഒരു പട്ടിണി പോലും കിടക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് പാല് കൂടെ ചെയ്തത് കൂടെ. ഇതൊക്കെ സിജോയുടെ ഒരു ട്രെയിനിങ് ആയിരുന്നു. ചേട്ടനും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു എക്സസൈസിൻ്റെ കാര്യത്തിലും. പിന്നെ പോസ്റ്റ് പാർട്ടം കഴിഞ്ഞ അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഉള്ള എക്സസൈസ് അല്ല ചെയ്യേണ്ടത്. എല്ലാവരും വയറ് കുറയ്ക്കണമെന്ന ആഗ്രഹമാണ് ഡെലിവറി കഴിഞ്ഞ് ഏതൊരു സ്ത്രീക്കും വരാം. കാരണം വയറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പോൾ വയറ് കുറയ്ക്കാൻ വേണ്ടി അവർ നോർമലി വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് പോയി ചെയ്യും. പക്ഷേ ഈ വയറ് കുറയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് എനിക്ക് ഒരു ബെല്ലി ഫാറ്റ് കുറയുന്നില്ല, എന്തുകൊണ്ട് കൂടി. അപ്പോൾ ചിലപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും ഡയസിസ്ട്രക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നില്ലേ. ഈ ഒരു ഡയസിസ്ട്രക്ട് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് വയറിൻ്റെ മസിൽസ് അകന്നു പോകുന്ന അവസ്ഥ. ചില ലേഡീസിന് നോർമലി ചിലപ്പോൾ അവർ അറിയാതെ ചെയ്യുന്ന ആക്ടിവിറ്റീസോട് റിക്കവറി ആയിട്ടുണ്ടായിരിക്കും, ചിലർക്ക് ബെല്ലി ഫാറ്റ് മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമ്മ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അവരെ ബെല്ലി ഫാറ്റ് കുറയുള്ളൂ. എന്നാൽ മാത്രമാണ് അവർക്ക് അവരുടെ ബോഡി പഴയ പോലെ ഫിറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ആ ഒരു യങ് ആയിട്ടുള്ളൊരു സ്റ്റേജ് തിരിച്ചു വരുള്ളൂ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പ്രീ ആൻഡ് പോസ്റ്റ് നാറ്റൽ എക്സസൈസ് സ്പെഷ്യലിസ്റ്റായി. അതിനു വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത്, പിന്നെ ആ സമയം കൊറോണ ആയിരുന്നു, എനിക്ക് എല്ലാം കൊണ്ടും സൗകര്യമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാതെ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി, ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റി. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് ആ കോർ ടൈറ്റനിങ് ടെക്നിക്സ് എങ്ങനെയാണെന്ന് പഠിച്ചെടുത്തു. അത് ഞാൻ ആദ്യം എന്നിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ എന്നിട്ട് എത്ര ടൈമിനുള്ളിലാണ് ഈ ഒരു 14 kg കുറച്ചത്? 2.5 മാസം കൊണ്ട്, 75 ദിവസം കൊണ്ട്. അതും ഹെൽത്തി ആയിട്ടും. എനിക്ക് ഒരു ഹെയർ ലോസ് ഉണ്ടായിരുന്നില്ല, ഹോർമോൺ ബാലൻസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാതെ തോന്നിയ പോലെ എക്സസൈസ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഇത്തിരി ജമ്പ് ചെയ്തിട്ടുള്ള എക്സസൈസ്, ഈവൻ ഒരു ജമ്പ് ജാക്സ് പോലെ ചെയ്യുമ്പോൾ പോലും എനിക്ക് യൂറിൻ ലീക്കേജ് ഉണ്ടായിരുന്നു. അത് നോർമലി എല്ലാ സ്ത്രീകളും ഡെലിവറി കഴിയുമ്പോൾ ഫേസ് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവരും തെറ്റിദ്ധാരണ അതൊരു കോമൺ ആണെന്നാണ്. പക്ഷെ അത് നോർമൽ അല്ല. അത് നമ്മുടെ പെൽവിക് മസിൽസ് ഡെലിവറി കഴിഞ്ഞിട്ട് ലൂസ് ആവും.
ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഡെലിവറിയിൽ പോസ്റ്റ്മോർട്ടം കെയറിന്റെ ഒപ്പം തന്നെ ചെയ്യണം, ടൈറ്റൻ അതിനു വേണ്ടി അതെനിക്കിനി ഞാനത് സഹിക്കേണ്ടതാണ്. ഒരു ഡെലിവറി കഴിഞ്ഞല്ലോ, ഇനി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വരും വിചാരിച്ച് എക്സസൈസ് ചെയ്ത് തന്നെ സ്റ്റോപ്പ് ആക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ ഒരു പോസ്റ്റ്മോർട്ടം കെയറിൽ നമ്മളുടെ ബോഡിയുടെ റിക്കവറിയും കൂടി നമ്മൾ അവിടെ കൊടുക്കണം. ഇപ്പോൾ പ്രസവരക്ഷ ഞാനും ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ആ സമയത്ത് നമ്മൾക്ക് ഒരു റിലാക്സേഷൻ, മസാജ് അതൊക്കെ കിട്ടുന്നത് നല്ലൊരു റെസ്റ്റും ഒരു നമ്മുടെ മൈൻഡിനൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മളുടെ ബോഡി എല്ലാ അർത്ഥത്തിലും ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഷേപ്പും കൂടി തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പഴയ പോലെ തന്നെ ഫിറ്റ് ആക്കി എടുക്കാം. എന്നെ പോലെ തന്നെ ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെ ജെലിറ്റ സ്വയം ഒരു എക്സാമ്പിൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് പറഞ്ഞിട്ടൊരു ജെലിറ്റ, ഏത് ഡെലിവറിക്ക് ശേഷം എപ്പം മുതലാണ് ആക്ച്വലി നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇപ്പോൾ നോർമലി ഡെലിവറി എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. നോർമൽ ഡെലിവറി എല്ലാം 4 നോർമൽ ആയിരുന്നു. 4 നോർമൽ ആയിരുന്നു. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 28 ഡേയ്സിന് തൊട്ട് നമുക്ക് പതിയെ ഒറ്റയടിക്ക് ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണമെന്നല്ല, പതിയെ ബ്രീത്തിങ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഈ ഒരു കോർ മസിൽസിനെ റീസ്ട്രെങ്ത് ചെയ്യാണ്ട് 4 സ്റ്റെപ്സ് ഉണ്ട്. കോർ ആക്ടിവേഷൻ, കോർ എൻഗേജ്മെന്റ്, കോർ സ്റ്റെബിലൈസേഷൻ, കോർ ബാലൻസിങ്. അതിൽ ആ ആക്ടിവേഷൻ സ്റ്റെപ്സിൽ നമ്മൾ ബ്രീത്തിങ്ങിലൂടെയൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് 28 ഡേയ്സ് കഴിയുമ്പോൾ നോർമൽ ഡെലിവറി ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് 28 ഡേയ്സിന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ സി സെക്ഷൻ ആയിട്ടുള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ 45 ഡേയ്സിന് ശേഷം അവരുടെ ആ ഒരു മുറിവ് പതിയെ തൊട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് പതിയെ ഇപ്പൊ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 45 ഡേയ്സ് തൊട്ട് നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ചെയ്യുന്ന ആ ഒരു ഇപ്പോൾ ഈ ഒരു കോർ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസും അതുപോലെ പെല്ലി ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ ഗൈഡഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി അവരുടെ ബോഡി റിക്കവറി പീരീഡ് അതിൽ തന്നെ നടക്കും. അങ്ങനെ പതിയെ സ്ട്രെങ്ത് സ്റ്റാർട്ടായിട്ട് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും നോർമൽ ഒരു വെയിറ്റ് റീച്ച് ചെയ്യുന്ന രീതിയിലേക്കും അവരുടെ ബെല്ലി ഫാറ്റ് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് വരുന്ന രീതിയിലേക്ക് ചെയ്യും. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരുപാട് അമ്മമാർക്ക് എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്. ഒരുപാട് അമ്മമാർ പോസ്റ്റ്മോർട്ടം മദേഴ്സ് 10 ഡേയ്സ് കൊണ്ട് തന്നെ ഡയസിസ്ട്രക്റ്റിയൊക്കെ റിവേഴ്സ് ചെയ്ത് പോകുന്നവരുണ്ട്. അത് നോർമൽ ഡെലിവറിക്ക് ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും അവരുടെ ആ ഒരു പ്രോഗ്രസീവ് സ്റ്റേജിനനുസരിച്ച് അവരുടെ ലെവൽ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് റിസൾട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറിയിൽ ജെലിറ്റയ്ക്ക് 16 kg കൂടിയ ആളാണ്. പിന്നെ ഇതെല്ലാം അതിനുശേഷമാണ് ഇതെല്ലാം മനസ്സിലാക്കിയതും അറിഞ്ഞതും പഠിച്ചതുമല്ല. അപ്പോൾ പിന്നീട് വന്ന സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഡെലിവറിയിൽ എത്രത്തോളം വെയിറ്റ് ഗെയിനിങ് വന്നിട്ടുണ്ടാവണം? അതായത് ഭക്ഷണം അതനുസരിച്ച് കൺട്രോൾ ചെയ്ത് കഴിച്ച കാരണോടും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായി എക്സസൈസ് ചെയ്ത കാരണോടും 58 എത്തിയിട്ടുള്ളൂ. ഐഡിയൽ വെയിറ്റ് വരുന്നില്ല. അതായത് ഡെലിവറിക്ക് ഇത്രയേ ഉള്ളൂ. പ്രഗ്നൻസിക്ക് മുൻപ് നമ്മൾ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ ഐഡിയൽ വെയിറ്റിന് ആ ഒരു റേഞ്ചിൽ തന്നെ കൂടും, ആ ഒരു റേഞ്ചിലേക്ക് തന്നെ എത്തിക്കാം. അപ്പോൾ എൻ്റെ ഐഡിയൽ വെയിറ്റ് 50 ആണെന്നുണ്ടെങ്കിൽ 50 വെയിറ്റിലേക്കാണ് 52 അത്രയാണ് ആ എൻഡ് ഡേറ്റ് വരെ, ലാസ്റ്റ് വരെ വെയിറ്റ് നോക്കുമല്ലോ, ആ 52 വരെ തന്നെ എത്താറുള്ളൂ. പക്ഷെ എന്നാൽ ബേബിക്കൊന്നും ഒരു വെയിറ്റ് കുറവ് വന്നിട്ടില്ല. എല്ലാ ബേബീസും 3 kg മേലെ ഉണ്ടായിരുന്നു. അതായത് ഒരു അമ്മ ഡെലിവറി കഴിഞ്ഞ അപ്പോൾ തന്നെ പാലുണ്ടാവാൻ വേണ്ടി ഒരുപാട് ഭക്ഷണം വാരി കോരി കഴിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ആ ഒരു അമ്മ പ്രഗ്നൻസി കഴിഞ്ഞു, ഒരു അമ്മയായി. അപ്പോൾ അമ്മ തിരിച്ചു പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും അതുപോലെ അവർക്ക് ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ആയാലും അതുപോലെ ഹോർമോൺ വേരിയേഷൻ നല്ല പോലെ ഉണ്ടായിരിക്കും പ്രഗ്നൻസി സ്റ്റേജിൽ. ഡെലിവറി കഴിയുമ്പോഴും ഉണ്ടാവും, കാരണം പാല് കൊടുക്കുന്ന തന്നെ. അപ്പോൾ ആ ഒരു ഹോർമോണൽ ഇൻബാലൻസും ഒക്കെ അവർ കറക്റ്റ് ആവുന്ന ഒരു ഷെഡ്യൂളും കൂടി അവർക്ക് അതിൽ വരണം. അപ്പോൾ അതിൽ ചിലപ്പോൾ നല്ല രീതിയിലൊരു ഉറക്കം കിട്ടാത്ത കാരണം കൊണ്ട് അവരുടെ ഗട്ട് ഹെൽത്ത് ഒക്കെ ചിലപ്പോൾ വീക്കായിരിക്കാം. അപ്പോൾ അവർ ഒരു മിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അവരുടെ ആ ഒരു ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആക്കുക, അതുപോലെ ഹോർമോൺ ഇൻബാലൻസിനെ ബാലൻസ്ഡ് ആക്കുക, അതുപോലെ ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇമോഷണലായിട്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റ്, സ്ലീപ്പ് റിക്കവറി, ഇങ്ങനെ ഓരോ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് വരുത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്ക് ആ ഒരു പഴയ പോലെ അവർ മുൻപോ ഏതവസ്ഥയിലായിരുന്നോ അതേപോലെ യങ്ങും ഫിറ്റായിട്ട് അവർക്ക് മാറാനായിട്ട് ഈസിയാണ്. ചില ബേബീസ് രാത്രി ഫുൾ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം ഈ അമ്മമാരുടെ ഉറക്കം പോവും, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ട് വരും. പിന്നെ ആ ഒരു പീരീഡ് എത്തുമ്പം എപ്പോഴും പ്രയോറിറ്റി കുഞ്ഞുങ്ങൾക്ക് തന്നെയായിരിക്കും അല്ലേ? അവരുടെ കരച്ചിൽ മാറ്റി അവരെ ഫീഡ് ചെയ്ത് അന്നേരത്തേക്ക് അവരുടെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ചിലപ്പോൾ കിടക്കാൻ പോലും ഒരു സമയം കിട്ടിയെന്ന് വരില്ല. ചില ആൾക്കാർക്ക് ഈ സ്ലീപ്പ് കുറയുന്നതനുസരിച്ച് വണ്ണം വെക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലേ? അപ്പൊ അങ്ങനത്തെയുള്ള കേസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അങ്ങനത്തെയുള്ള കേസിൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ചെറിയൊരു ഷോർട്ട് നാപ്പ് പല അമ്മമാരും ചെയ്യുന്ന ഒരു തെറ്റാണ്. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ബാക്കി പോയി പണികൾ എന്തെങ്കിലും ചെയ്യണേ അത് ചെയ്യും.
അപ്പോൾ കുഞ്ഞെണിക്കുമ്പോൾ പിന്നെ വാശിയായിരിക്കും. അപ്പോൾ അതും നടക്കില്ല ഇതും നടക്കില്ല. പിന്നെ അപ്പോൾ അവരെ ഉറക്കം തന്നെ പോകും. ജെലിറ്റ പറയണത് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് മാക്സിമം അമ്മയും കുഞ്ഞിന്റെ കൂടെ ഉറങ്ങാൻ ശ്രമിക്കുക. അല്ലേ? അപ്പൊ അങ്ങനെ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ആയി വരും. ഇനി കോമൺലി കണ്ടുവരുന്ന ഇപ്പൊ ഒരുപാട് ക്ലയൻസ് ഉണ്ടല്ലോ, അവരിൽ കണ്ടുവരുന്നത് ഡെലിവറിക്ക് ശേഷം അവർ ചെയ്യുന്ന ഒരു 3 മിസ്റ്റേക്സുകൾ എന്തൊക്കെയായിരിക്കും? അത് മാറ്റാൻ പറ്റുന്നത് എന്തൊക്കെയായിരിക്കും നമുക്ക്? ഡെലിവറിക്ക് ശേഷം നോർമലി ചെയ്യുന്നത് ഫസ്റ്റ് അവർ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ആദ്യത്തെ 6 മാസം ഒന്നും ട്രൈ ചെയ്യില്ല. 6 മാസമല്ല, ചിലൊരു 2 years വരെ ഒന്നും ചെയ്യില്ല. ബേബി ഒന്ന് അത് റോങ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ് ഒന്ന്, കാരണം എല്ലാവരും തെറ്റിദ്ധാരണ ഡയറ്റോ ഫിറ്റ്നസോ വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്താൽ തുടങ്ങി കഴിഞ്ഞ് കുഞ്ഞിന്റെ പാല് കുറയും. പിന്നെ നോർമലി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബെല്ലി ഫാറ്റ് നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിരുന്നാലും തനിയെ കുറഞ്ഞോളും. അല്ലെങ്കിൽ അതിന് വേണ്ടി ഫുഡ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. എക്സസൈസ് കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ചിലവർ ചെയ്യണത് കൂടുതൽ കണ്ടുവരുന്നത് ഡയറ്റ് അധികം കോൺഷ്യസ് ആയി ചെയ്യണ്ട, എക്സസൈസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ബെല്ലി ഫാറ്റ് എങ്ങനെയെങ്കിലും കുറയ്ക്കണം. അതിനുവേണ്ടി കുറച്ച് ഹെവി ആയിട്ടുള്ള എക്സസൈസ് യൂട്യൂബും അങ്ങനെ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ ചെയ്യാം. അതാണ് ഫസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഡയസിസ്ട്രക്റ്റീവ് ഉള്ളവർക്ക് അത് ആ ബുദ്ധിമുട്ട് വേഴ്സൺ ആവും. ബെല്ലി ഫാറ്റ് ഒട്ടും കുറയൂല. പിന്നെ മസിൽ ലോസ് ഒക്കെ ഒന്ന് പാല് കുറഞ്ഞു, അപ്പോൾ അവിടെ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഗൈഡൻസ് ഇല്ലാതെ എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു ഗൈഡൻസ് ഇല്ലാതെ ഹെവി ആയിട്ടുള്ള ജമ്പ് ചെയ്തിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ട് തന്നെ ചിലപ്പോൾ ചൂസ് ചെയ്യുന്നത് നോൺ എക്സസൈസ് ആക്ടിവിറ്റി ആയിരിക്കും. ഇപ്പോൾ വാക്കിങ് സൈക്ലിംഗ് ഒക്കെ ചെയ്യും. എന്നിട്ട് പറയും നമ്മൾ എക്സസൈസ് എന്ന് വിളിക്കുന്നത് തന്നെ നമ്മളുടെ എല്ലാ ജോയിൻസിനും മൂവ്മെന്റ് വരുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിനെയാണ്. അതിനാണല്ലോ നമ്മൾ എക്സസൈസ് എന്ന് വിളിക്കുക. അല്ലാതെ നമ്മൾ സൈക്ലിംഗ് ചെയ്യുക വാക്കിംഗ് ചെയ്യുക അതൊക്കെ നോൺ എക്സസൈസ് ആക്ടിവിറ്റിയാണ്, ഒരു ആക്ടിവിറ്റിയാണ്. എന്നിട്ട് നമ്മൾ പറയും എൻ്റെ വയറ് കുറയുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ വയറുഭാഗത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വയറുഭാഗത്തെ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി അവിടെ വന്നില്ല. എന്നിട്ട് പറയും എൻ്റെ വെയിറ്റ് മാത്രം കുറഞ്ഞു പോകുന്നുണ്ട്, വയറ് മാത്രം കുറയുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്നതിൽ ഡയറ്റിനാണ് മിസ്റ്റേക്ക്, എക്സസൈസിനാണ് മിസ്റ്റേക്ക് എന്ന് പറയും. ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയും. പിന്നെ അത് അങ്ങനെ തന്നെയായിട്ട് ഇപ്പോൾ എല്ലാവരെയും അടുത്ത് വരുന്നൊരു മിസ്റ്റേക്കാണ്, ഡെലിവറി കഴിഞ്ഞ് ഒരു റീസെൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഒരു ഡെലിവറി കഴിഞ്ഞൊരു 10-15 വർഷം മേലെയായ ഒരു ബെല്ലി ഫാറ്റ് തിരിച്ചു പോവില്ല. ഈവൻ ഡയസിസ്ട്രക്റ്റീവ് ആണെങ്കിൽ പോലും അതൊരു ഒരു റിക്കവറി പീരീഡ് ഉണ്ടെന്നാണ് എല്ലാവരും തെറ്റിദ്ധാരണ. അങ്ങനെ ഒരു സമയമില്ല. ബെല്ലി ഫാറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ചെയ്യാം. ഡയസിസ്ട്രക്റ്റീവ് ആണെങ്കിൽ പോലും റിവേഴ്സ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല, സയൻസ് ബേസ്ഡ് ടെക്നിക്ക് വെച്ചിട്ട് ആ ഒരു മസിൽസ് അകന്നു പോയതിനെ നമ്മൾ കോർ ആക്ടിവേഷൻ ടെക്നിക്കിലൂടെ അടുപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനൊരു പീരീഡ്, ഇന്ന കാലാവധി അങ്ങനെ ഇല്ല. അപ്പം ജെലിറ്റയുടെ ഒപ്പീനിയനിൽ പ്രോപ്പറായിട്ട് നമ്മളൊരു 20th ഡേ മുതൽ നമ്മൾ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഹെൽത്തിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെടുത്തി നമ്മൾ കുറച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡെലിവറിക്ക് ശേഷം വരാൻ എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്യണത് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 ദിവസം, ആ ഒരു 3 മാസം ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ്. ഫുള്ള് റെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അത് തെറ്റാണ്. ആ ഒരു ഫുള്ള് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് അഡ്ജസ്റ്റ് ആവാനുള്ള പണ്ടത്തെ കാലത്ത് അമ്മമാർക്ക് അത് ആവശ്യമായിരുന്നു. കാരണം അവർക്ക് അപ്പം മാത്രം റെസ്റ്റ് കിട്ടണുള്ളൂ. ഇന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് അതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞ് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു, ആ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ആക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. പക്ഷെ അതിനൊരു പീരീഡ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 28 days ആകുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ഫിസിക്കലി ആയാലും നമ്മൾ നോർമലി ആ ഒരു ഹെൽത്ത് തിരിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ മുറിവുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിൽ സി സെക്ഷൻ 45 ദിവസം. പിന്നെ ആ ഒരു ഇമോഷണൽ ഹെൽത്തും സപ്പോർട്ടും നമുക്ക് ആ ഒരു സമയം കൊണ്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ബാക്കി ആ ഒരു 90 days അപ്പോഴും നമുക്ക് ബാക്കി ദിവസങ്ങളുണ്ട്. ഈവൻ ഒരു മെറ്റർണിറ്റി ലീവ് ആണെങ്കിൽ നമുക്കൊരു 90 days-ഓളം കിട്ടുമല്ലോ. 60 days, ചില സ്ഥലത്ത് 60 days. ആ ഒരു സമയം നമുക്ക് തിരിച്ചു പിടിക്കുന്ന രീതിയിലേക്ക് റുട്ടീൻ ഇനി നമുക്ക് ആ പ്ലാൻ ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് അതിനോട് അഡ്ജസ്റ്റ് ആയി കൊണ്ടുവന്ന് പഴയ ഫിറ്റ്നസ് തിരിച്ചെടുക്കണം എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടൊരു ഗോളും വേണം, ഒരു ആക്ഷൻ പ്ലാനും വേണം. വെറുതെ ആഗ്രഹം മാത്രം വെച്ചിട്ട് കാര്യമില്ല. ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം, ആക്ഷൻ എടുക്കണം. അതേപോലെ പ്രഗ്നൻസിക്ക് ശേഷം പലരും ഫേസ് ചെയ്യുന്ന ഒന്നാണ് ബാക്ക് പെയിൻ അല്ലേ? പ്രത്യേകിച്ചും സി സെക്ഷൻ കഴിഞ്ഞവർ എപ്പോഴും പറയുന്ന ഒന്നാണ്, അതിനുശേഷം മുതൽ എനിക്ക് നടുവേദനയാണ് എന്നുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ ഫിറ്റ്നസ് പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ പിന്നീടുള്ള ഈ ബാക്ക് ഏക്ക് പോലത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം ഈ ഒരു ലോവർ ബാക്ക് മസിൽസിൽ സ്ട്രെങ്ത് ഇല്ലാത്തത് ഡെലിവറി
ചെയ്യുമ്പോൾ എല്ലാ സ്ത്രീകളുടെയും, അതായത് പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ വേണ്ടി വയറിന്റെ മസിൽസ് സ്ട്രെച്ച് ചെയ്ത് നീങ്ങും. ഡെലിവറി കഴിഞ്ഞ കുഞ്ഞുവാവ് പുറത്തേക്ക് വന്ന ഒറ്റയടിക്ക് ആ വയറിന്റെ മസിൽസ് ഇങ്ങനെ നോർമലി ആ ക്ലോസ്ഡ് ആവില്ല. അത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഡയസിസ്ട്രക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ അങ്ങനെ തന്നെ നിൽക്കുന്ന കാരണം കൊണ്ട് ആ അവസ്ഥ നിൽക്കുന്ന അമ്മമാരിൽ അവർക്ക് ഇന്നർ ലെയറിലേക്ക്, അതായത് അവരുടെ ആ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനൽ മസിൽസിലേക്ക് സപ്പോർട്ട് കുറവായ കാരണം കൊണ്ട് ലോവർ ബാക്ക് മസിലേക്ക് സപ്പോർട്ട് കുറവായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ലോവർ ബാക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്. ആ ഒരു പെയിൻ ഒരു ബേബീനെ എടുത്താൽ വരെ, കാരണം കുഞ്ഞിനെ എടുക്കാണ്ട് നിവർത്തിയില്ല, അപ്പോൾ വരെ ആ പെയിൻ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് പെയിൻ ഫീൽ ചെയ്യുന്നു പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എക്സസൈസ് ചെയ്യണം, ബിഗിനർ ലെവലിൽ ചെയ്യണം. ഓടിപ്പോയി ഹെവി ആയിട്ടുള്ള വെയിറ്റ് അങ്ങനത്തെ അല്ലെങ്കിൽ ജമ്പ് ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിന് പകരം സ്ട്രെങ്തൻ ചെയ്തിട്ട് എക്സസൈസ് പതിയെ സ്റ്റാർട്ട് ചെയ്ത് അവരെ ഫിറ്റ്നസ് ഗോൾ റീച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ വേറൊന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന സ്ട്രെച്ച് മാർക്സ്. അത് ശരിക്കും ചിലർ പറയുന്ന പ്രോപ്പറായിട്ട് നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ, അതായത് ഒരു 7th മന്ത് മുതലേ നമ്മൾ ആ പ്രോപ്പർ സ്കിൻ കെയർ അതിനുള്ള ക്രീം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെച്ച് മാർക്സ് അവോയ്ഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ചിലരുടെ ബോഡിയിൽ എത്ര ക്രീം അപ്ലൈ ചെയ്താലും അത് വർക്കും ആവില്ല. അതിനെന്തെങ്കിലും ഒരു റെമഡി ഉണ്ടോ? ഈ സ്ട്രെച്ച് മാർക്ക് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കൂടുതലും അവരുടെ ബോഡിയിലേക്ക് സർക്കുലേഷൻ കുറവായതുകൊണ്ട്, ആ സമയത്ത് ബോഡി ഭയങ്കര ഡ്രൈഡ് ആയിട്ടിരിക്കുന്ന കാരണം കൊണ്ടും, പിന്നെ ആ ഒരു സ്ട്രെച്ച് മാർക്ക് വരുന്നത് അത്രയും സെല്ലുലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്, സബ്സ്ക്യൂട്ടനസ് ഫാറ്റ് അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന കാരണം കൊണ്ടാണ്. അത് ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ആ സബ്സ്ക്യൂട്ടനസ് ഫാറ്റ് റെഡ്യൂസ് ആവുന്ന രീതിയിലുള്ളൊരു ഡയറ്റ് ആയാലും എക്സസൈസ് ആയാലും ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്താൽ മാത്രമാണ് അത് കുറയുള്ളൂ. അത് കുറഞ്ഞ് അവരുടെ ബോഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടൂണിങ്, വയറിൻ്റെ മസിൽസിനെ ഷേപ്പിലേക്ക് വരുത്തുന്ന അവരുടെ ആ ഒരു എൻഡ് ഗോളും, അതുപോലെ തന്നെ ആ മമ്മി പൂച്ച് റെഡ്യൂസ് ആവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും കൂടി വന്നാലാണ് ആ സ്കിൻ പഴയ പോലെ തിരിച്ചാവുള്ളൂ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആ സ്ട്രെച്ച് മാർക്കും ഫുള്ളി റിക്കവർ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ സ്കിൻ ഹെൽത്തും കൂടി ഇമ്പ്രൂവ് ആവുന്നുള്ള ആക്ടിവിറ്റീസും കൂടി ചെയ്യണം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ആ ഒരു മിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് അവർ അതിൽ ചെയ്യിപ്പിക്കുന്നത്. ഒരുപാട് അമ്മമാർക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്, അവരുടെ സ്കിന്നിലൊക്കെ നല്ലൊരു കളർ ചേഞ്ച് തന്നെ വരുന്നുണ്ട്. അത് നമ്മളൊരു ട്രീറ്റ്മെന്റ് വൈസ് ആയിട്ടൊന്നല്ല, അവർ അവരുടെ ഭക്ഷണ ക്രമീകരണത്തിൽ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ആ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടും അവരുടെ സ്കിന്നിന്റെ ആക്ച്വൽ ഗ്ലോ തിരിച്ചു വരുന്നു. എന്തായാലും ജലീറ്റ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പോൾ ഇവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ട ഇത്രയും കുറേ നല്ല ഈ ഒരു ടോപ്പിക്കിൽ ഇനിയും സംസാരിക്കാനിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ടാവും. പക്ഷെ എന്നാലും ടൈം റെസ്ട്രിക്ഷൻസ് കാരണം ഞാൻ ഇപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.